ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്ക് വീതം കിട്ടുന്നു. ഓരോ തെറ്റുത്തരത്തിനും 2 മാർക്ക് വീതം കുറയ്ക്കുന്നു. 12 ശരിയുത്തരം എഴുതിയ ഗീതയ്ക്ക് 24 മാർക്ക് കിട്ടി. ഗീത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയെങ്കിൽ തെറ്റായ ഉത്തരം എഴുതിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷ നടക്കുന്നു. ആ പരീക്ഷ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരി ഉത്തരം എഴുതിയാൽ 5 മാർക്ക് കിട്ടും. എന്നാൽ ഒരു തെറ്റുത്തരമാണ് വരുന്നതെങ്കിലോ 2 മാർക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഗീതയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഗീതയ്ക്ക് 24 മാർക്കാണ് ആകെ കിട്ടിയത്. അതിൽ ഗീതയ്ക്ക് എത്ര ശരി ഉത്തരം ഉണ്ടെന്നുള്ളത് അറിയാം. എത്രയാണ്? 12 ശരി ഉത്തരം ഉണ്ടെന്നറിയാം. ഇനി എത്ര തെറ്റുത്തരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തെറ്റുത്തരം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പം നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കേ. ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ആകെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഗീതയുടെ ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ 24 അല്ലേ? അപ്പം ആകെ മാർക്ക് നമുക്ക് എന്തായിട്ട് എടുക്കാം? 24 എന്നെടുക്കാം. ഈക്വൽ ടു, അടുത്ത എന്താണ്? ശരി ഉത്തരത്തിന്റെ എണ്ണം. എത്ര ശരി ഉത്തരം ഉണ്ടായിരുന്നു? 12 ശരി ഉത്തരം അല്ലായിരുന്നോ? അപ്പൊ 12 ഇൻറ്റു ഒരു ശരി ഉത്തരത്തിന്റെ മാർക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5. അപ്പൊ 12 ശരി ഉത്തരമാണെങ്കിൽ 12 ഇൻറ്റു ശരി ഉത്തരത്തിന്റെ മാർക്ക് 5 ആണ്. അപ്പൊ 12 ഇൻറ്റു 5 പ്ലസ് അടുത്ത എന്താണ്? തെറ്റുത്തരത്തിന്റെ എണ്ണം. തെറ്റുത്തരത്തിന്റെ എണ്ണം നമുക്ക് അറിയത്തില്ല, അല്ലെ? തെറ്റുത്തരത്തിന്റെ മാർക്ക് നമുക്കറിയാം, 2 വെച്ച് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉത്തരത്തിന്റെ എണ്ണം വന്നിട്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്നും പറഞ്ഞെടുക്കാം. ഇൻറ്റു ഏതാണ്? ഇൻറ്റുവിന് വരെ ഞാൻ ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. ഇൻറ്റു തെറ്റുത്തരത്തിന്റെ മാർക്ക് 2 മാർക്ക് വെച്ച് കുറയുന്നു എന്ന് കാണിക്കാനായിട്ട് എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. -2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് വേണം നമുക്ക് ആരുടെ വാല്യൂ കാണാൻ? എക്സിന്റെ വാല്യൂ കാണാനായിട്ട്. അപ്പൊ അത് നമുക്ക് അടുത്തൊരു പേജിൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. 24 ഈക്വൽ ടു 12 ഇൻറ്റു 5 പ്ലസ് എക്സ് ഇൻറ്റു എന്താ? -2. ഓക്കെ അല്ലേ? അപ്പൊ 24 ഈക്വൽ ടു 12 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 60 കിട്ടും. പ്ലസ് ഈ പ്ലസും ഇവിടെ കിടക്കുന്ന പ്ലസും ഈ 2ന്റെ നെഗറ്റീവും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പം, കാരണം ഇത് ഇൻറ്റു ആണല്ലോ, അപ്പോൾ പ്ലസും മൈനസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പം അതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഇനി എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? 2x എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ന്യൂമറൽ ആദ്യം എഴുതിയിട്ട് വേരിയബിൾ രണ്ടാമതാക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 24 ഈക്വൽ ടു 60 മൈനസ് 2x. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്, അല്ലേ? അപ്പോൾ ഈ 60യെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിലോട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 24 ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്. 60യുടെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ? പോസിറ്റീവ് ആണ്, അല്ലേ? ഇവിടെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സൈന് പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പർ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈൻ മാറും. അപ്പം പോസിറ്റീവ് 60 എന്നുള്ളത് മാറി -60 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? 2x മാത്രമേ ഉള്ളൂ, അല്ലേ? 2x എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2xന്റെ സൈനും കൂടി ചേർത്ത് വേണം അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ. സോ -2x. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, 24 മൈനസ് 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -36 എന്ന് കിട്ടും. ഈക്വൽ ടു -2x. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ സൈൻ അല്ലേ? നെഗറ്റീവ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ എന്ത് കിട്ടി? 36 ഈക്വൽ ടു 2x. അപ്പോൾ 2നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുമെന്ന് ചിന്തിച്ചാൽ മതി. എക്സിൻ്റെ വാല്യൂ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ 2നെ എന്ത് ചെയ്യാം? ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് എക്സുമായിട്ട് പ്രോഡക്റ്റിലല്ലേ? നോക്കിക്കേ, മൾട്ടിപ്ലൈ അല്ലേ ചെയ്തേക്കുന്നത്. 2 ഇൻറ്റു എക്സിനെയാണ് നമ്മൾ 2x എന്ന് എഴുതുന്നത്, അല്ലേ? അപ്പോൾ ഇൻറ്റു ഫോമിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ അത് ഏത് സൈനായിട്ട് മാറും? അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിവിഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 2നെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 36 ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്,
കൊണ്ടുപോകുന്ന 2 ഡിവിഷൻ ഫോമിലായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ എടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും, അങ്ങനെ ചിന്തിച്ചാലും മതി. അല്ലെങ്കിൽ 36ൻ്റെ പകുതി ആയിരിക്കുമല്ലോ, അങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് ആൻസർ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 36/2 18. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ തെറ്റുത്തരത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് കിട്ടി? 18 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.